എൻ്റെ പേര് VC വർഗീസ്. ഞാൻ മാവേലിക്കര തഴക്കരയിൽ നിന്നാണ്. എൻ്റെ വീട്ട് വരെ വടക്കേ വീട്ടിൽ പുത്തൻ വീട്. ഇവിടെ എൻ്റെ ലെഫ്റ്റ് ഹാലിൻ്റെ ഫിഗറിനെല്ലാം ഒരു വല്ലാത്ത നിറവ്യത്യാസം വന്നപ്പോൾ ഡോക്ടർ ബ്രയാൻ തോമസിനെ കൊണ്ടുകൊണ്ട് കാണിച്ചു. ഡോക്ടർ ചികിത്സിച്ചു. നല്ലവണ്ണം ഡോക്ടർ നോക്കി അസുഖമെല്ലാം കാലെല്ലാം നല്ല വൃത്തിയായിട്ട് സുഖപ്പെടുത്തി തന്നു. ഇപ്പം ബ്ലഡ് സർക്കുലേഷൻ കാലിനില്ലാതെയാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഏതാണ്ട് 6 മാസക്കാലം ആയി ഞങ്ങളിവിടെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട്. ഏതായാലും ഡോക്ടർ നോക്കി ഇന്ന് ഡോക്ടർ കാല് പിടിച്ച് നോക്കിയിട്ട് നടന്നു വരാൻ വീൽ ചെയറിൽ വന്നുകൊണ്ടിരുന്ന ഞാൻ നടന്നു വരേണ്ടതായിട്ട് വന്ന് ഡോക്ടർ റൂമിൽ കൊണ്ടുവന്നു. നടന്നു തന്നെയാണ് ഞാൻ വണ്ടിയിൽ കയറി പോകുന്നത്. കാല് നല്ലവണ്ണം കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് വളരെ നന്ദി. ഡോക്ടർ കാര്യമായിട്ട് എന്നെ ചികിത്സിച്ചതിനകത്ത്. VC വർഗീസ് എന്ന് പറയുന്ന പേഷ്യൻ്റ് എൻ്റെ അടുക്കൽ വരുമ്പോൾ റൈറ്റ് ഫുട്ട്, പുള്ളിയുടെ ഫുട്ടിലെ 5th ടോ അത്യാവശ്യം നല്ലപോലെ ബ്ലഡ് സപ്ലൈ നശിച്ച് ഗാംഗ്രീനസ് ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. അത് ബാക്കിയുള്ള ഇൻഫെക്റ്റഡ് സ്റ്റേറ്റിലുമായിരുന്നു ഫുട്ട്. അത് കാരണം ചുറ്റുവട്ടത്തുള്ള സ്കിന്നും അത്യാവശ്യം നല്ലപോലെ ഡെഡായി പോവുകയും ബാക്കിയുള്ള വിരലിലേക്കും ഇൻഫെക്ഷൻ ബാധിക്കുകയും കൂടെ ചെയ്തിരുന്നു. അപ്പം നമുക്ക് ആ ഇൻഫെക്റ്റഡ് പാർട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാലിലൊരു വലിയൊരു മുറിവ് ഉണ്ടാവുകയും അത് ഉണങ്ങാൻ ടൈം എടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി കാലിലെ രക്തയോട്ടം അറിയുന്നതിനായി. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്നത് നമ്മൾ അറിഞ്ഞത് കാലിലോട്ടുള്ള അത്യാവശ്യം ഏതാണ്ട് ഒരു 90% ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സ്റ്റെൻഡിങ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ബ്ലോക്ക്ഡ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകുമ്പം അത്രയും വലിയൊരു വൂണ്ട് വെച്ചിട്ട് നമ്മളൊരിക്കലും മുന്നോട്ട് ഒരു ചികിത്സ നോക്കാതെ കാൽമുട്ടിന് താഴെ വെച്ചിട്ട് കീഴ്പോട്ട് വെച്ച് മുറിച്ച് കളയുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് പേഷ്യൻ്റ് വില്ലിങ് അല്ലാഞ്ഞുകൊണ്ട് നമ്മളൊരു ട്രൈ പോലെ വാഗ് ഡ്രസ്സിങ്ങും കൊളാജൻ ഷീറ്റ് ഡ്രസ്സിങ്ങും കൊളാജൻ പൗഡർ ഡ്രസ്സിങ്ങും വെച്ചിട്ട് ഗ്രാനുലേറ്റഡ് ദ വൂണ്ട്, അതായത് വൂണ്ടിൽ നല്ലപോലെ ഫ്ലഷ് കയറി വരികയും നല്ലപോലെ മാംസം കയറി വരുന്നത് കൊണ്ട് നമുക്ക് സ്കിൻ ഗ്രാഫ്റ്റിംഗ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാവുകയും ചെയ്തുകൊണ്ട് വി ഡിഡ് സ്കിൻ ഗ്രാഫ്റ്റ് ആഫ്റ്റർ 2 months. അത് ആക്ച്വലി നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ലപോലെ അത് ഹീലാവുകയും ചെയ്തു. നൗ ദ പേഷ്യൻറ്റ് സ്റ്റാർട്ടഡ് വാക്കിംഗ് ആൻഡ് ഹീ ഈസ് ഹാപ്പി വിത്ത് ദാറ്റ്.